സംസ്ഥാനത്ത് കനത്ത മഴ നാശം വിതയ്ക്കുമ്പോൾ അവശ്യ സാധനങ്ങളുടെ വില തൊട്ടാൽ പൊള്ളുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. മിക്ക സാധനങ്ങൾക്കും 5 രൂപ മുതൽ 10 രൂപ വരെ കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ഓണക്കാലത്ത് പോലും കയറാത്ത വിലയാണ് ഇപ്പോൾ കയറിയതെന്ന് ചെറുകിട വ്യാപാരികളും പറയുന്നു. വെളിച്ചെണ്ണ വിലയാണ് സഹിക്കാനാവാത്ത നിലയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് വെളിച്ചെണ്ണ വില. 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ 350 രൂപയാണ്. വില അധികം വൈകാതെ 500ലേക്ക് എത്തുമെന്നും വ്യാപാരികൾ പറയുന്നു. പച്ചത്തേങ്ങയുടെയും കൊപ്രയുടെയും വിലയിലുണ്ടായ റെക്കോർഡ് വർധനമാണ് ഇതിന് കാരണം. 1 ക്വിന്റൽ കൊപ്രയ്ക്ക് 21,000 രൂപയാണ് ഇപ്പോഴത്തെ വില. 1 കിലോ ഉണക്കത്തേങ്ങയ്ക്ക് 80 രൂപയാണ് ഇപ്പോഴത്തെ ചെറുകിട കച്ചവടക്കാർ വാങ്ങുന്നത്. പച്ചത്തേങ്ങ, കൊപ്ര, ഉണ്ടക്കൊപ്ര, രാജാപൂർ കൊപ്ര, കൊട്ടത്തേങ്ങ എന്നീ നാളികേരങ്ങളുടെ എല്ലാം വില റെക്കോർഡിലെത്തി. കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ തേങ്ങാ വില കൂടിയത് കർഷകർക്ക് ഗുണകരമാണെങ്കിലും കൂടിയ വിലയും ആവശ്യത്തിന് തേങ്ങ കിട്ടാത്തതും നാളികേരാധിഷ്ഠിത വ്യവസായ മേഖലയെ സാരമായി ബാധിച്ചു കഴിഞ്ഞു. തേങ്ങാ ഉൽപാദനത്തിന് മുൻപന്തിയിലുള്ള രാജ്യങ്ങളിൽ ആഭ്യന്തര വ്യവസായ മേഖലയെ ശക്തിപ്പെടുത്താൻ പച്ചത്തേങ്ങയുടെ കയറ്റുമതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെയാണിത്. ലോകത്തെ പ്രമുഖ നാളികേര ഉൽപാദക രാജ്യമായ ഇന്തോനേഷ്യ 6 മാസത്തേക്കാണ് പച്ചത്തേങ്ങ കയറ്റുമതിക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. തേങ്ങാധിഷ്ഠിത വ്യവസായങ്ങൾക്കായി ചൈന ലോകത്ത് കിട്ടാവുന്നിടത്തുനിന്നൊക്കെ തേങ്ങ വാരിക്കൂട്ടുന്നതും വില ഉയർത്തിയിട്ടുമുണ്ട്. മീൻ, ചിക്കൻ വിലയ്ക്കൊപ്പം പച്ചക്കറി വിലയും കയറി തുടങ്ങി. സാമ്പാർ മുളകിന് കിലോയ്ക്ക് ഇപ്പോൾ 800 രൂപയാണ് വില. കഴിഞ്ഞ ഓണക്കാലത്ത് പോലും ഇത്രയും വില കയറിയിട്ടില്ല. പച്ചക്കറി വാങ്ങുമ്പോൾ സൗജന്യമായി നൽകിയിരുന്ന കാരിമുളകിന് കിലോയ്ക്ക് ഇപ്പോൾ 60 രൂപയും. വെട്ടു പച്ചക്കറിക്കൊപ്പം കാരിമുളക് സൗജന്യമായി നൽകുന്നത് കച്ചവടക്കാർ നിർത്തി. മീൻ കുറവായതോടെ ചിക്കന് ആവശ്യക്കാരും കൂടി. ഇതും വില വർധനവിന് കാരണമായി. ജീവനോടെയുള്ള 1 കിലോ കോഴിക്ക് 155 മുതൽ 160 വരെയാണ് വില. ഇറച്ചിക്ക് 230 മുതൽ 250 രൂപ കൊടുക്കണം. മീൻ കുറഞ്ഞതാണ് ചിക്കൻ വില ഇത്രയും ഉയർത്തിയെന്ന് ചില വിതരണക്കാരും പറയുന്നു. എന്നാൽ അതിനനുസരിച്ച് കോഴി കിട്ടാതായി. ഇതോടെ വില കുത്തനെ കൂടി. മോശം കാലാവസ്ഥ കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാനാവുന്നില്ല. ഇതിനൊപ്പം കടലിൽ മീനുമില്ല. നേരത്തെ കേരളത്തിൽ മഴ കനക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് മീനുകൾ എത്തിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ ട്രോളിംഗ് നിരോധനമാണ്. ചെറിയ വള്ളങ്ങൾ മാത്രമാണ് മീൻ പിടിക്കാൻ പോകുന്നത്. മഴ കാരണം ഇവർക്കും പോകാനാകുന്നില്ല. ഫലത്തിൽ പൂർണ്ണമായും മീൻ ഇല്ലാതാകുന്ന അവസ്ഥ. കനത്ത മഴയിൽ കായൽ, പുഴ മത്സ്യബന്ധനം കുറഞ്ഞതും പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നുണ്ട്. ഏതായാലും വെളിച്ചെണ്ണ വില 500ലേക്ക് എത്തുന്നു എന്നത് ആശങ്കാജനകം തന്നെയാണ്.